പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ 2-3 ജോലികളൊക്കെ ഒരേ സമയം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കും 2-3 ജോലി എങ്ങനെ ഒരേ സമയം ചെയ്യുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിനകത്ത് തുണി ഇട്ട് കൊടുത്തു, അത് അതിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ഒരു ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കുക, അതും അതിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തത് നമ്മൾ സ്വയം എന്തെങ്കിലും ചെയ്യുക, അപ്പം 2-3 ജോലിയായില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ഒരു ഫ്രയറിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഫ്രയറിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങളും അതിന്റെ ദോഷഫലങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് PJന്റെ ഡിജിറ്റൽ എയർ ഫ്രയർ ആണ്. ഇതാണത്. ഇച്ചിരി ഹൈറ്റിൽ ഇരിക്കുന്ന കാരണം ഇത് ശരിയായിട്ട് നിങ്ങളെ ശരിക്കും കാണിക്കാൻ പറ്റുമെന്ന് കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം ഫുള്ളായിട്ട് അതങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. ഇത്തിരി സ്വല്പം വലിപ്പമുള്ളത് കാരണം ഇച്ചിരി അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കത്തില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് ആദ്യം തന്നെ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഇതേമാതിരി ആയിരിക്കും ഇങ്ങനെ ഓൺ ആവുക. അതിനുശേഷം നമ്മൾ ഇവിടോട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിങ്ങനെ ഓപ്ഷൻ വരുന്നത്. ഈ ഓപ്ഷനിൽ കാണുന്ന ഇതേ രീതിയിൽ നമ്മൾ ഓരോന്നിങ്ങനെ അതായത് ഇത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അനുസരിച്ച് നമുക്ക് ഓരോന്നിലോട്ട് ഇതിങ്ങനെ അതായത് മാറ്റിക്കൊണ്ടുവന്ന് വെച്ചിട്ട് അത് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതപ്പോൾ ആ ടൈം അനുസരിച്ച് ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അത് ഫുള്ളായിട്ടും അത് ടൈമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓഫ് ആവും. അതാണ് ഇതിന്റെ രീതി. ഇത് മാറ്റുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു M എന്ന് കാണുന്നില്ലേ, ഈ M എന്ന് കാണുന്ന ഇതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്ന ഇത് ഓരോന്ന് ഇങ്ങനെ കാണിക്കും നമ്മളെ. അപ്പൊ അത് നമുക്ക് എന്ത് സാധനമാണോ വെക്കേണ്ട ആ സാധനത്തിന്റെ അനുസരിച്ച് നമുക്കിത് മാറ്റി കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഇപ്പൊ ഓരോന്നോരോന്ന് ഇതിങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേ തന്നെ വീണ്ടും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഒന്നിലോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ഇതിലിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഓപ്ഷനിലാണ് നമ്മൾ ഇത് ഇപ്പൊ എന്ത് ആണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിപ്പോ അല്ലെങ്കിൽ അടുത്ത ഒരു ഇതിലോട്ട് കൊണ്ടുവന്നു. ഇതിപ്പോ പിസയുടെ ഇതിലോട്ട് കൊണ്ടുവന്ന് വെച്ചു. അത് പിസയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതപ്പോൾ അതിന്റെ അനുസരിച്ച് ഇപ്പം ടൈമിങ് കാണിക്കുന്നുണ്ട്, ഈ ടൈമിങ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈമിങ് നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഈ പ്ലസ് എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടൈം കൂടുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇത് മൈനസ് എന്നുള്ളതിൽ ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, ഇത് മൈനസ് ടച്ച് ചെയ്ത് കഴിഞ്ഞ് ടൈം കുറയും. അപ്പൊ അങ്ങനെ ടൈം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാനും സാധിക്കും. ഇതേ രീതിയിൽ നോർമലായിട്ട് തന്നെ എല്ലാവർക്കും ഏതൊരാൾക്കും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇത് ഡിജിറ്റൽ സംവിധാനമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഏതൊരാൾക്കും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഈ രീതിയിലാണ്. ഓക്കെ, എന്നിട്ട് ഇതിവിടെ കേക്കിന്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ കേക്കിന്റെ ഒക്കെ വേണമെങ്കിൽ അതിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇത് മാറ്റുന്ന അനുസരിച്ച് ഇപ്പൊ ഇതിവിടെ ഇപ്പൊ കേക്കിന്റെ ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ കേക്കിന്റെ അതിലോട്ടൊക്കെ കൊണ്ടുവച്ച് നമുക്ക് കേക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കേക്കിന്റെ ഇതിൽ കൊണ്ടുവച്ചിട്ട് നമുക്കത് അങ്ങ് ഓക്കെ കൊടുത്താൽ മതി. അപ്പൊ ആ ടൈമിങ് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം അഡ്ജസ്റ്റ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇതിലാണ് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കേണ്ടത്. ഇതാണ് വെച്ച് കൊടുക്കേണ്ട ഇത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കുറെ ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പല സാധനങ്ങളായിരുന്നെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയാന്ന് ഇപ്പം വലിയ എന്തെങ്കിലും കുറച്ച് കൂടുതൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ഇതൊക്കെ ഉപയോഗിക്കാം. അതല്ല കുറച്ച് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള ചെറിയ ഇപ്പം കേക്കോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ എക്സ്ട്രാ നമുക്ക് വാങ്ങേണ്ടി വരും ഇതിനകത്ത്. ഇത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന കുഴപ്പം കാണിച്ചു തരാം. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ള ഈ അയില എന്തെങ്കിലുമൊക്കെ വറക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മളൊക്കെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ അത് ഇതിനകത്ത് ചെയ്ത് എടുക്കും. ഗ്രില്ല് ചെയ്യുന്ന മാതിരി തന്നെ ഇതിന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാൻ നമ്മളിപ്പം ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. ഇപ്പൊ ഈ സാധനം ഇത് എക്സ്ട്രാ ഉള്ളതാണ്. അപ്പൊ ഇതേല് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ അരപ്പൊക്കെ ചേർത്ത് ഓരോന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അരപ്പെല്ലാം എന്താവുമെന്നറിയോ, ഇതിന് അങ്ങ് താഴോട്ട് അങ്ങ് വീഴും. അപ്പൊ നമ്മൾ ആ അരപ്പ് വരട്ടി വെക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം കൂടുതലായിട്ട് ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാം, അതിന് ആണ് നമ്മൾ ഇങ്ങനെയുള്ള
ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ അരപ്പ് നല്ലോണം പുരട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് ഇതിപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ഒരു 6-7 പീസ് അയിലയോ വല്ല എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് നല്ല അരപ്പോട് കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് ഇതാവും, നല്ല ഉണക്ക് ഇതിൽ പിടിച്ച് നല്ല ഇതാവും, നല്ല ഉണക്ക് വറുത്തെടുക്കാൻ സാധിക്കും നമുക്ക്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചാലാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ടൈമിങ്ങിന്റെ ഒരു 3/4 ഭാഗം, ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 15 മിനിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളത് ഇത് പുറത്തെടുത്തിട്ട് തിരിച്ച് ഓരോ സാധനങ്ങൾ നമ്മൾ തിരിച്ചിടേണ്ടി വരും. തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഉണക്കാൻ കയറ്റി വെച്ചാൽ മതി ഇതിനകത്തോട്ട്. അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് തന്നെ അത് കംപ്ലീറ്റ് ടൈം ആയി കഴിയുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. കമ്പനിക്കാർ പറയുന്നത് ഇതിലിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കണമെന്നില്ല, എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പം നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വല്ല അയിലയോ മത്തിയോ വല്ല ചിക്കനോ ഇതെന്തെങ്കിലുമൊക്കെയാണ് ഇതിൽ ഫ്രൈ ചെയ്യാറുള്ളത്. വേറെ സാധനങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇതിൽ കാണിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എണ്ണയൊക്കെ ഇതിൻ്റെ താഴെയുള്ള ഈ പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് തടവി കൊടുത്താൽ മാത്രം മതി. അല്ലാതെ കൂടുതലായിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട സാഹചര്യമില്ല, ആവശ്യമില്ല. ഇതിൽ എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തട്ടം മാത്രം, ഇതിന് ഉള്ളിലുള്ള തട്ടം മാത്രം, അത് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ചെറുതായിട്ട് അതിൽ മാത്രമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ശകലമൊന്ന് എണ്ണയൊന്ന് തടവി കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം നല്ലോണം ഇത്തിരി വലിപ്പം ഉണ്ട്. ഇതിന് നല്ല ഇത്തിരി വലിപ്പമുണ്ട്. അതായത് 4.2 ലിറ്റർ ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണിച്ച മാതിരി തന്നെ വലിപ്പമൊക്കെ ഉണ്ട്. ഇത് ഇപ്പൊ നമ്മൾ ഹൈറ്റും നല്ല ഹൈറ്റും ഉണ്ട്, ഇത്രയും ഹൈറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പിടിയൊക്കെ നല്ല പിടിയും സ്ട്രോങ് ആയിട്ടുള്ള പിടിയും കാര്യങ്ങളും ഒക്കെയാണ്. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വീട്ടില് നല്ല ബിസിയാണ്, നമ്മൾ വീട്ടിലൊക്കെ നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറെ ജോലികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഇതിനകത്തോട്ട് ഇപ്പം അയില എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പാട്ടിന് വർക്ക് ആയിക്കൊണ്ടിരിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവുകയും ചെയ്യും. ഇടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചിടണമെന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ കേക്കും കാര്യങ്ങളൊക്കെ അതിനൊക്കെയുള്ള സാധനങ്ങൾ, ഇതൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇതിന്റെയൊക്കെ സൈസ് അനുസരിച്ച് ഈ ചെറിയ സാധനം ഇതാണ് ശരിക്കും കേക്കിന്റെ തോന്നുന്നു സൈസ്. പക്ഷെ ഈ ഒരെണ്ണത്തിനകത്ത് കേക്ക് എത്ര പ്രാവശ്യം ഉണ്ടാക്കും? ഇതുകൊണ്ടൊക്കെ കുറേ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. ഞങ്ങൾ കേക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആകപ്പാടെ അയില വറക്കുകയും ചിക്കൻ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്ത്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതിയൊക്കെ ഞാൻ പറഞ്ഞു. ഇതേ രീതിയിലാണ് ഇതിന്റെ. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒരുപാട് അതായത് കിച്ചണിലൊക്കെ ഇപ്പോൾ ഒരു ബോർഡിൽ നിങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സാധനവും കൂടെ ആ ബോർഡിൽ തന്നെ, ആ ഇലക്ട്രിക് ബോർഡിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ MC മിക്കവാറും ഇത് ഡൗൺ ആക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഇതൊക്കെ ലോഡൊക്കെ കുറച്ചുകൊണ്ട് വേണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ലോഡ് എല്ലാം കുറച്ചുകൊണ്ട് വേണം ഇത് യൂസ് ചെയ്യാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ MC ഡൗൺ ആവും. ഇത് എനിക്ക് സംഭവിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇതൊരു മൈനസ് പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരുവിധം ലോഡ് വലിക്കുന്ന ഒരു ബോർഡിൽ വേണം ഇത് യൂസ് ചെയ്യാനെ കൊണ്ട്. നല്ലോണം ഹീറ്റ് ആവുന്ന സാധനമല്ലേ, നല്ലോണം ഹീറ്റായിട്ട്, അതായത് പുറമേ ഒന്നും ഹീറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല, പക്ഷെ ഇതിന് ഉള്ളിൽ നല്ല ഹീറ്റ് ആവുകയും അതുകൊണ്ട് ഹീറ്റ് ഇതുകൊണ്ട് വേണ്ടി ഈ ഭാഗത്തൂടെ ഈ ഭാഗം കണ്ടില്ലേ, ഒരു ഗ്രില്ല് ഇത് കാണുന്നില്ലേ, ഒരു സൈഡിൽ ഒരു ഇത് കാണുന്നില്ല, ഇത് ജാലി മാതിരി, അതായത് ചെറിയ വിൻഡോയുടെ ഇതുമാതിരി കാണിക്കുന്നില്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ചൂട് കാറ്റൊക്കെ പുറത്തോട്ട് തട്ടിക്കളയുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ബാക്ക് സൈഡിൽ നല്ലോണം ഇച്ചിരി സ്പേസ് ഉള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിക്കൊണ്ട്. ഇതങ്ങനെ അല്ലാതെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഇവിടെ ഇപ്പോൾ അടുത്തായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഭിത്തിയോട് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണാതെ ഇത് ഭിത്തിയോട് ചേർത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ഇതിനുള്ളിൽ തങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തന്നെ അല്ല, ഇത് എനിക്ക് തോന്നുന്നു MC ഒക്കെ അന്നേരം തന്നെ ഡൗൺ ആക്കി ഇത് ഓഫ് ആക്കി കളയും.
അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വേണ്ടിയില്ല, എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയതാണ്. അത് കാരണം ഞാൻ ഇത്തിരി അകലത്തിലൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഓരോന്നൊക്കെ കറക്റ്റായിട്ടെല്ലാം ഇച്ചിരി ഡിസ്റ്റൻസ് പുറകിലൊക്കെ നമ്മൾ സ്പേസ് ഒക്കെ കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ്, അതായത് ഇലക്ട്രിക് ബോർഡ്, അതിൽ കൂടുതൽ ലോഡ് ഇല്ലാതെ, അതായത് നമ്മൾ ഗ്രൈൻഡറും വേറെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വേറെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആ സമയം യൂസ് ചെയ്യാൻ പാടില്ല. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതായത് ഇതിന്റെ മൈനസ് പോയിന്റ് ആണ് ഈ പറഞ്ഞത്. അല്ല, പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിയെല്ലാം നല്ല ഡിജിറ്റൽ സംവിധാനം എല്ലാം ഇതെല്ലാം നല്ല സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തന രീതി, പ്രവർത്തിക്കുന്ന ഇതെല്ലാം നല്ല അടിപൊളി ഇതാണ്, സെറ്റപ്പാണ് ഇതിന്റെ. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഇത് പ്രത്യേകിച്ചും പറയാനെ കൊണ്ട് ഇത് PGN ആണ്, PGN കമ്പനിക്കാരുടെയാണ്. നല്ല സാധനം തന്നെയാണ്. അപ്പൊ ഇത് വാങ്ങണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന്റെ വില എന്ന് പറയുന്ന വില മിക്കവാറും ഉള്ളവരൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്ത് വിലയാണ്. ഇതിന്റെ വിലയൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത് 4000 രൂപയാണ് ഇതിന്റെ വില. ചിലപ്പം ഡിസ്കൗണ്ട് ഒക്കെ ഉള്ള സമയത്താണ് ചിലപ്പോൾ അതിലും കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളത് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും കിച്ചണിലേക്ക് നല്ലൊരു സാധനമാണ് ഇത്. PGN കമ്പനിക്കാരുടെയാണ്. ഡിജിറ്റൽ എയർ ഫ്രയർ ആണ്. ലേഡീസിനെല്ലാം നല്ല ഉണക്ക് തന്നെ, ബിസി ആയിരിക്കുന്ന ലേഡീസിനെല്ലാം നല്ല ഉണക്ക് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.